11:30 മണി. ഓക്കെ, എഡിറ്റിങ്ങിലാണ്, വീഡിയോ എടുക്കുകയാണ്, ഷൂട്ടിലാണ് നമ്മളിരിക്കുക. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ, കുറേ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണോല്, അതേപോലെ കുറേ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോല്, അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ റിസ്ക് കാര്യങ്ങൾ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ കുറേ റീൽസിലും കാര്യങ്ങളിലും സക്സസ് ആയത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് എങ്ങനെ എത്ര എന്നുള്ളത് ഇതിനെ കുറിച്ചിട്ടൊന്നും പ്രോപ്പറായിട്ട് ഇപ്പോഴും ആർക്കും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയേണ്ടി എങ്ങനെ നമുക്ക് പെട്ടെന്ന് എത്താം, പെട്ടെന്ന് തന്നെ ഇരിക്കുക എങ്ങനെയാണെന്നുള്ളതിലേക്കാണ് നോക്കുന്നത്, പൈസ എങ്ങനെ കിട്ടും എന്നുള്ള. അപ്പോൾ ഓർക്കൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമയം അറിയാം, നോക്കിയാൽ മനസ്സിലാവും, 11:30 മണി. ഓക്കെ, 11:30 മണി ഇപ്പോൾ ഏകദേശം. ഇപ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മോർണിംഗിൻ്റെ ഇന്നത്തെ ഷെഡ്യൂൾസൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് ഇന്ന് മോർണിംഗ് തന്നെ ഇവിടെ നമ്മൾ കുറച്ച് കോഴ്സസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ക്ലാസ് സെഷൻസ് എടുക്കാൻ എനിക്കുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പനിയിലെ കുറച്ച് വർക്ക്സ് കാര്യങ്ങളുണ്ടായി. നൈറ്റായ സമയത്ത് എനിക്ക് കുറച്ച് മീറ്റിങ്സ് കാര്യങ്ങൾ, ഓൺലൈനിലുള്ള മീറ്റിങ്സ് കാര്യം ഷെഡ്യൂൾ ചെയ്യാനുണ്ടായി. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എന്തിലേക്ക് ഇരുന്നത്, എൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായി. ചില വീഡിയോസ് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും പേഴ്സണൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നപ്പോൾ 11:30 മണിയായി. ഇനിയിപ്പോൾ ഇത് കൂടെ 12:30 ഒക്കെ ആവും, 1 മണി 2 മണിയൊക്കെ ആവും. എപ്പോഴാണ് തീരുന്നത് അപ്പോഴാണ് ഞാൻ നമ്മളെ ടീമും പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മളിത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ ഇന്നോ നാളെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സക്സസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഐഡിയ ഇല്ലാതെ പെട്ടെന്ന് തന്നെ എന്താക്കും, പെട്ടെന്ന് തന്നെ എനിക്ക് ഇത്ര സമയത്ത് തീരണം, അത്ര സമയം പണിയെടുക്കുള്ളൂ, അതിനൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മൾ തന്നെ ഫുൾ ടൈം ആയിട്ട് ഫുൾ സമയം നമ്മൾ തന്നെ എന്താക്കണം, ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ വീഡിയോ ഷൂട്ടിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾ കാണിച്ചിടാം. വേറെ ആൾക്കാരാണ് നമ്മുടെ ടീമിൽ തന്നെയുള്ള മുനവർ നവാസ്. ഇപ്പോൾ വേറെ ഓരോതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ ഇന്നെടുത്ത വീഡിയോസ് അതിനെ ഒന്നിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നും നമ്മൾ പെൻഡിങ്ങിലേക്ക് വെക്കരുത്. കാരണം മാക്സിമം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നോക്കുക. അപ്പം ഇതൊക്കെയാണ് ജസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതാണ് എൻ്റെ ക്യാബിൻ. ഇതാണ് എക്സാമ്പിളായിട്ട് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാം. അത് കണ്ടല്ലോ, 2 ആൾക്കാർ, മുനവർ നവാസ്, 2 പേരും ഇതാ വീഡിയോ എഡിറ്റിങ്ങിലാണ്, വീഡിയോ എടുക്കുകയാണ്, ഷൂട്ടിലാണ്. ഓക്കെ, ഇതാ അവരെ കണ്ടില്ലേ? ഓക്കെ, ഇവരെ കാണുന്നില്ല, നീല കളറുണ്ട്. ഇതാ ആളിതാണ്, ഇതാ നവാസ്. ഇതാ അടുത്ത ആളിതാണ് മുനവർ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും രാത്രി 12 മണി, ഇപ്പോൾ ഞാൻ കാണിച്ചതല്ല ടൈം, ഈ ടൈമിനൊക്കെ അവർ ഇവിടെ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ നാളെ ഉണ്ടാവുന്ന കാര്യമല്ല, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവണമാണ്. അപ്പോൾ അത് പറഞ്ഞു, ഇപ്പോൾ ഈ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊക്കെ പെട്ടെന്ന് ഇരിക്കണം, പെട്ടെന്ന് തന്നെ പൈസ കിട്ടണം എന്നുള്ള. ഇതിനെ പറ്റിയിട്ട് എന്താ എനിക്ക് പറയാനുള്ളത്? യെസ്, കുറേ കാലമായി നമ്മളിരിക്കുക. അതെ, എന്താ നവാസിന് തീരെ പറയാനുണ്ടോ? നവാസാണ് ഇപ്പോ വളർച്ച. യെസ്, ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ തന്നെ ഉള്ളൂ, വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുക. ഇന്നല്ലെങ്കിൽ എന്തായിരിക്കും നാളെ നമുക്ക് എന്താക്കാം, ഇതിന്റെ സക്സസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ എന്നെ കണ്ടല്ലോ, എന്നെ കാണുന്നില്ല ആൾക്കാർക്കും. അപ്പൊ നവാസേ അപ്പൊ നമ്മളെ വീഡിയോ ചെറുതാണ്, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ചെറുതാണ്. അപ്പൊ ഞാൻ പറയാം, ഇന്നിപ്പോ ഞാൻ എന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്പൊ എഡിറ്റ് ചെയ്ത് ഇവലിപ്പം പുതിയതായിട്ട് ക്രിയേറ്റിവിറ്റി ആട്ടോ, ഇവര് ഫുള്ള് ക്രിയേറ്റിവിറ്റിന്റെ ആൾക്കാരാണ്. മെഗാ സാധനം വരുന്നുണ്ട്. എന്തിനാണ് ഇൻസ്റ്റന്റെ പേജ്? മുനവർ ദ ഫൗണ്ടർ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റയില് മുനവർ ദ ഫൗണ്ടർ. ഇതാണ് നമ്മളെ അടുത്ത ആള്. ആരെയാടാ? മുഹമ്മദ് നവാസ് പി. ഓക്കെ, ഇന്റത് പിന്നെ എന്താ ജിഫ്രി മുഹമ്മദ്. ഓക്കെ, ഇൻസ്റ്റയിൽ പോയ കാണാം, യൂട്യൂബിലാണ് ഈ ജിഫ്രി ചെയ്യുന്നത്. ഓക്കെ, വർക്കിന്റെ ഇടയിൽ പേര് വരെ ഓർമ്മയില്ല. ഓക്കെ, ഇംഗ്ലീഷ് നല്ലതാണ്. ഓക്കെ, ഞാൻ എൻ്റെ പേജസ് എപ്പോഴും പേര് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പിന്നെ മുനവർ വലിയ ആൾക്കാരല്ല, നമ്മളെ പോലത്തെ ആൾക്കാരല്ല. ഞാനും നവാസും പോലെ അല്ലല്ലോ. എന്തേ നവാസേ അല്ലേ? നമ്മളൊക്കെ എന്നാ പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ഇപ്പൊ കണ്ടോളി, നിങ്ങൾക്ക് ഇൻസ്റ്റ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുൾ കണ്ടന്റ് ആണ്. ഇപ്പൊ മുനവറിന്റെ കണ്ടന്റ് ഉള്ളതില്. ഓക്കെ, അപ്പൊ എന്താ വെച്ചാല് മുനവർ താനല്ലേ പുതിയ സാധനം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശയ അല്ലേ, പുതിയ സാധനങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനൊക്കെ റിസൾട്ട് നമുക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും അല്ലേ? നാളെ ചെയ്ത് നമുക്ക് എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ആദ്യത്തെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു സാധനം ഇല്ല, വീഡിയോ എടുക്കാൻ പോലും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, അപ്പൊ നോക്കിതാ മാഷാ അല്ലാഹ് നമുക്ക് ക്യാമറ ആയി,
അതേപോലെ തന്നെ ലൈറ്റായി, അതോടൊപ്പം തന്നെ ഇതിനെന്തിനാ പറയാ RGB. ഓക്കെ, ഇത് സെറ്റായി. ഇപ്പൊ നമുക്ക് വീഡിയോസിന് വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്നാൽ മതി. ഇനിയിപ്പോൾ ആള് കണ്ടന്റിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എത്തിയത് കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അല്ലേ? ഒരു ബിഫോർ 3 year 4 years മുന്നേ സ്റ്റാർട്ട് ചെയ്താണ്. യെസ്, ഒരു 6 months 7 months. യെസ്. അപ്പൊ നവാസിന് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് കാണുന്നുണ്ട് എന്നാണ് നവാസ് വരുന്നത് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഓണ്ടർപ്രണറിനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുന്നേ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ എന്റെ ഫോണിൽ ഇനി എടുത്തിന്, മുനവറിന്റെ ഫോണിൽ എടുത്ത്. ഇപ്പോഴും മുനവറിന്റെ ഫോണിൽ എടുക്കേണ്ടത് വേറെ കാര്യതാ. ഫോൺ S23 എന്ന് പറയുന്ന സാംസങ്ങിന്റെ മോഡലാണ്. പരസ്യം കൊടുക്കല്ലേ, നമുക്ക് നോർമലി ആപ്പ് ഷൂട്ട് ഈ ഒരു ഫോൺ ഒരു മുതലാണ് നമുക്ക്. 3x ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, നമ്മൾ പോർട്രേറ്റിൽ വരുന്നത്, അത് അടിപൊളി ഒരു ഫീച്ചർ ആണ്. യെസ്, അതാണ് ഇപ്പൊ കൊറേ പൈസ. യെസ്, ഇപ്പൊ മുനവർ ഇപ്പൊ ഓരോ ഷൂട്ടിനും ഒരു 500 റുപ്യ വെച്ചിട്ടാണ് വാങ്ങുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബില്ല് ചാർജ് അടവ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഓരോ പരിപാടിയിലേക്ക് മെല്ലെ മെല്ലെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ പരിപാടിയിലേക്ക് മെല്ലെ മെല്ലെ ഓരോന്നിച്ച് കിടക്കുകയാണ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ തുടങ്ങി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും മാക്സിമം വർക്ക് എടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായിരിക്കും അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ബിസിനസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ രാത്രിയാണ് പകലാണെന്നുള്ള ടൈമോ കാര്യങ്ങളോ. ഇപ്പൊ എക്സാമ്പിൾ ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രാവിലെ പകല് എന്നൊന്നുമില്ല. ഇപ്പൊ എവറി ടൈം എക്സാമ്പിൾ ആയിട്ട് പറയാ, സക്സസ് ആവുന്നത് എവിടെയാണോ അതുവരെ നമ്മൾ എന്താക്കണം, പണിയെടുക്കണം. അപ്പൊ പറയാം, ഇപ്പൊ എക്സാമ്പിൾ ഇത്ര പറയാനുള്ള കാര്യം ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും അടിപൊളിയായിട്ട് എന്താക്കുക, വലിയ ലെവലിലേക്ക് എത്തട്ടെ. എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ഇട്ടിട്ട് ചെയ്യുക. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും എന്താക്കാം, സക്സസ്സിലേക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് ഓഫ് ദ വീഡിയോ. അപ്പൊ ഇതുപോലത്തെ നമ്മുടെ കണ്ടന്റ്സ് കാര്യം കിട്ടാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് പേജ് ഇപ്പൊ തന്നെ ദ ജിഫ്രി ജേണി. ഓക്കെ, യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ജിഫ്രി മുഹമ്മദ് എന്നാണ്. അപ്പോൾ ജിഫ്രി_മുഹമ്മദ് അടിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കടയിലൊക്കെ എത്തിച്ച് തരിക. ഓക്കെ, താങ്ക് യു.